നാട്ടിൽ നിന്ന് വന്ന കൊറിയറാണ്. കുറേ സന്തോഷത്തോടെയും കുറേ സങ്കടത്തോടെയാണ് ഇത് കൈപ്പറ്റിയേക്കുന്നത്. റീസൺ എന്താണെന്ന് വീട്ടിൽ പോയിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് ജനുവരി 4-ാം തീയതിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് ഖത്തറിൽ ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരു കൊറിയർ ബോക്സ് ഉണ്ട്. ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു കുറേ സന്തോഷത്തോടെയും സങ്കടത്തോടെയാണ് ഈ ബോക്സ് റിസീവ് ചെയ്തിട്ട് വന്നതെന്ന്. ദ റീസൺ ഈസ് ഈ ബോക്സ് കഴിഞ്ഞ മുന്നത്തെ മാസം, അതായത് നവംബർ 11-ാം തീയതി നാട്ടിൽ നിന്ന് അയച്ചിട്ട് ഞങ്ങൾക്ക് ഡിസംബർ 4-ാം തീയതി ജനുവരി 4-ാം തീയതി ഇവിടെ കിട്ടണത്. ബിക്കോസ് നാട്ടിൽ നിന്ന് അയച്ചപ്പോൾ തന്നെ ഇവിടെ കാനഡ പോസ്റ്റിൻ്റെ സ്ട്രൈക്ക് വന്നു. അങ്ങനെ ഇതൊരു എനിക്ക് 1.5 മാസത്തോളം എയർപോർട്ടിൽ കിടന്നിട്ടാണ് ഇപ്പോൾ കൈ കിട്ടണത്. സങ്കടം എന്ന് പറയാൻ കാര്യം ഇതാണ്. ഇത് കൈ കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് സന്തോഷം, നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ നമ്മൾ മിസ് ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ഒരു സന്തോഷമാണ് കൊറിയറിൽ കൂടെ. പക്ഷേ ഇത് കഴിക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതാണ് സങ്കടം എന്ന് പറഞ്ഞത്. എന്ത് തന്നെയായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കാം. വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്ക് പൊട്ടിക്കാം. നിലത്തിരുന്ന് പൊട്ടിക്കുന്നതാണ് കുറച്ച് സൗകര്യം എന്ന് പറഞ്ഞാൽ നിലത്തിരുന്നത് നമുക്ക് സൂപ്പറാണ്. ഇതാണ് നമുക്ക് വന്നേക്കണ കൊറിയർ. ഒരുപാട് സാധനങ്ങളുണ്ട് ഇതില്. ഡ്രസ്സൊക്കെ ഇത് പൊന്നമ്മടെ 1-2 ഡ്രസ്സാണ്. പെങ്ങള് കൊടുത്തു വിട്ടതാണ്. ഇതും ഡ്രസ്സ് തന്നെയാണ്. എനിക്കറിയാത്ത ഡ്രസ്സാണല്ലോ. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. പൊട്ടറ്റോ ചിപ്സ് ബാക്കിൽ മേടിച്ചത്. ഇത് എനിക്കൊന്ന് എയർ പിന്നിട്ട് അത് പൊട്ടിപ്പോയി. ഡേറ്റ് നോക്കിയതില് ഡേറ്റ് നമുക്ക് നോക്കിയിട്ട് ബാച്ച് നമ്പർ, പാക്ക് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് 7/12/24. സോ ഇതെന്തായാലും കഴിക്കാൻ പറ്റില്ല. 7/12/24 കഴിഞ്ഞ മാസത്തെയാണ്. അപ്പൊ അത് നമുക്ക് മാറ്റാം. അടുത്തത് 7-ാം തീയതി തീർന്നു. ഇത് അത് തന്നെയാണ്. ഇത് 11/12/24. 11-ാം തീയതി തീർന്നു. നിന്റെ ഫേവറേറ്റ്. ഇതെന്റെ ഫേവറേറ്റ്സ് ആണ് ചക്ക വറുത്തത്. പക്ഷെ ഇതില് എക്സ്പയറി ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ തിന്നാന്ന് നമുക്ക് നോക്കാം, കഴിച്ചു നോക്കാം. എന്തെങ്കിലും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കളയാം. ചക്ക വറുത്തത് ഒരു പാക്കറ്റ്, 2 പാക്കറ്റ്. അതൊരെണ്ണം മിൽഡൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് തിന്നാലോ. ഇത് മസാലപ്പൊടിയാണ്. ഇത് മിക്കവാറും ചീത്തയായിട്ടുണ്ടാവില്ല. മസാലാസ് ഒന്നും കുഴപ്പമില്ല. മസാല കൂട്ട്. പിന്നെ ഇതിങ്ങനെ ഓൾ സ്പൈസസിൻ്റെ നമ്മുടെ നാട്ടിലെ പാക്കറ്റ്. ഇത് കുറേ എനിക്ക് തോന്നണേ ട്രാവലിൻ്റെ സമയത്ത് അവർ അടിച്ചിട്ട് കുറേ പൊട്ടിപ്പോയിട്ടൊക്കെ കണ്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് പഴം വറുത്തതാണ്. ആസ് യൂഷ്വൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഇത് അച്ചപ്പമാണ്. അച്ചപ്പം ഇപ്പോൾ തരിതരിയായി കഴിച്ചോട്ടെ. കുഴപ്പമില്ല, അവള് കഴിച്ചോളൂ. അതൊക്കെ അവളുടെ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഉണക്കമീൻ അങ്ങനെ എന്തോ. ഉണക്കമീനൊന്നും വെച്ചിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനത്തെ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഉണക്കച്ചെമ്മീനായിരിക്കും. ഉണക്കച്ചെമ്മീൻ പറഞ്ഞിട്ടുണ്ടായോ? അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫ്, പൊന്നമ്മ റിക്വസ്റ്റ് ചെയ്ത സാധനം 2 പാക്കറ്റ് ഉണ്ട്. ഒരെണ്ണം മിള്ളൊക്കെ ആയിരിക്കും. അതൊന്നും വലിയ ചീത്തയാൻ ചാൻസ് ഇല്ല. പിന്നെ പപ്പടം കുഴപ്പമില്ല, ഒന്നും പറ്റിയിട്ടില്ല. പപ്പടം നൈസായിട്ട്. കാര്യം ഇവിടുത്തെ ടെമ്പറേച്ചറിന്റെ ആയിരിക്കാം. ഇത് പുളിയാണെന്ന് തോന്നുന്നു. അത് അവള് പറഞ്ഞത്. പുളിയുണ്ട്. പുളിയൊന്നും കുഴപ്പമില്ല. ഇത് പിന്നെ മറ്റേ പുളി, വാളംപുളി എന്ത് വേറെന്നാണ്, കൊടംപുളി. ഇത് വാളംപുളി. അത് ഫസ്റ്റ് എടുത്തത് കൊടംപുളി. അത് ഫ്രൈ ചെയ്യണ സാധനം. ഇതൊന്നും ചീത്തയായിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ വിശ്വാസം. ഇത് ഷാമ്പൂ, ഓക്കെ. ഇത് മിൽഡൊക്കെ ഉള്ളതാണ്. പിന്നെ ആ ഫ്രൈ ചെയ്യണ സാധനം കുറച്ചുണ്ട്. അതൊന്നും ചീത്തയായിട്ടില്ല. ഈ ഫ്രൈ ചെയ്യുന്ന സാധനം ഇതിൻ്റെ അത് കുറച്ച് കിടപ്പുണ്ട്.
നബ്ദിയെന്ന് മേടിച്ചതൊക്കെ ഷോർട്ട് എക്സ്പയറിയാണ്. ബേക്കറിയിൽ നിന്ന് മേടിച്ചത് അച്ചപ്പവും കോളപ്പവും പഴം വറുത്തോ അതൊന്നും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പാക്കറ്റ് പപ്പടം കൂടിയുണ്ട്. പിന്നെ കുറച്ച് സാനിറ്ററി പാഡ്സ് ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് ഇന്നത്തെ അവസ്ഥ. പകുതി സാധനം തിന്നാം, പകുതി സാധനം തിന്നാം. കുഴപ്പമില്ല, അധികം പോയില്ല, അധികം പോയില്ല, കുറച്ച് പോയില്ല. പക്ഷേ ഈ ചക്കോർത്ത് ചീത്തയാണ് പിന്നെ ഒന്നും തിന്നാനില്ല, എല്ലാം വേസ്റ്റാണ്. അച്ചപ്പമുണ്ട്. ഇതാ 2 അച്ചപ്പമാണ്, പഴം വറുത്തതാണ്. ഇതൊക്കെ ചീത്തയായി പോയി. ചീത്ത മീൻസ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഫ്ലൈറ്റിൽ അങ്ങാടിങ്ങാട് മാറ്റുമ്പോഴേക്കും ഇത് ഇതിൻ്റെ എയർ നിന്നിട്ട് അത് പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് എയർ എക്സ്പയറി ഓൾമോസ്റ്റ് ഇത് മൊബൈലൊക്കെ ഫ്രഷ് ആയിട്ട് കൊടുക്കണമല്ലേ, ഷോർട്ട് എക്സ്പയറി ആയിരിക്കുള്ളൂ. ചിലപ്പോൾ നമുക്ക് ആരെയും ഒന്നും കിട്ടുന്നതാണ്. അത് ഗാർബേജ് പോകാം. ഇത് ഇത്രയും സാധനങ്ങൾ നമുക്കുണ്ട്. ഞാനന്ന് ഡ്രസ്സ് അയക്കാൻ പറഞ്ഞപ്പോൾ ഇച്ചയ്ക്ക് എന്തായിരുന്നു, ഇപ്പം അത് അയച്ചുകൊണ്ട് അത് എങ്കിലും കിട്ടിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അത് അത്രയും കഴിക്കാൻ ഭാഗ്യമുള്ളൂ. സാധനങ്ങളാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്. കടലയുണ്ട്, ചക്കോർത്തുണ്ട്, 2 ടൈപ്പ് പുളിയുണ്ട്. ഇനി വറുത്തിനാണ് 1-2 സാധനങ്ങളുണ്ട്. പിന്നെ ഡ്രസ്സ്, ബാക്കിയുള്ളതെല്ലാം നമുക്ക് പോയി. അപ്പോൾ നമുക്ക് ഇത്രയും കഴിക്കാൻ ഭാഗ്യമുള്ളെന്ന് വിചാരിക്കാം അല്ലേ പൊന്ന? അപ്പോൾ പിന്നെ ഈ വീഡിയോയുടെ കൊണ്ട് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് സങ്കടം അപ്പുറത്ത്, കുറച്ച് സന്തോഷം ഇപ്പുറത്ത്. അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. ബൈ.